പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏത് തദ്ദേശ സ്ഥാപനമാണ് ഇന്നെന്ന് ചോദിച്ചാൽ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ ഇത്തവണ ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടമാണ്. 1.5 പതിറ്റാണ്ടായി ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന UDF-ന് ഭരണം നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ഉയർത്തിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കാമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണം മുതൽ 3 പതിറ്റാണ്ടിലധികം ഇടതുപക്ഷമാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയത്. നീണ്ട ഭരണ തുടർച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിത അട്ടിമറിയിലാണ് 2010-ൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടത്. നിലവിൽ 15 വർഷമായി UDF ഭരണത്തിലാണ് മാവൂർ പഞ്ചായത്ത്. UDF-ന് 10ഉം LDF-ന് 7ഉം ഒരു സ്വതന്ത്ര അംഗവുമാണ് ഭരണസമിതിയിലുള്ളത്. ഭരണ തുടർച്ച തന്നെയാണ് UDF-ന്റെ ലക്ഷ്യമെന്നും സുതാര്യമായി ജനങ്ങളെ സമീപിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടെന്നും UDF ഉറപ്പിച്ചു പറയുന്നു. ജനങ്ങളും ഭരണസമിതിയും തമ്മിലുള്ള അകലം കുറച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഭരണസമിതിയിലുള്ള അംഗങ്ങൾക്ക് മാത്രം വാർഡുകളിലേക്ക് നൽകുന്ന രീതിയിൽ നിന്ന് മാറി 18 മെമ്പർമാർക്കും തുല്യമായി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തുല്യമായിട്ടാണ് വികസന ഫണ്ടുകൾ ഞങ്ങൾ ചെലവഴിക്കുന്നത്. ആളുകൾക്ക് ഏത് സമയവും സമീപിക്കാവുന്ന ഒരു സാഹചര്യം പഞ്ചായത്ത് ഓഫീസിനകത്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്നാൽ UDF ഭരണസമിതിയുടെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പിച്ചതായി LDF ആരോപിക്കുന്നു. ദിശാബോധമില്ലാത്ത ഭരണ നേതൃത്വം പഞ്ചായത്തിന്റെ തുടർ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും LDF. ഒരു 1500 രൂപയ്ക്ക് ഏത് സാധാരണക്കാരനും അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റികളാണ് പൊളിച്ചു മാറ്റി. പിന്നെ ഒന്ന് തുടങ്ങിയത് ഏകദേശം 6 കോടിയോളം കടമെടുത്തിട്ടാണ്. ആ കടമെടുത്ത് തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ നമ്മളെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ശരി, രാജീവ് ഗാന്ധി കൺവെൻഷൻ സെൻ്റർ ആയാലും ശരി, വേണ്ട രൂപത്തിൽ ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല. മാവൂർ പഞ്ചായത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിച്ച് ഭരണം തിരിച്ചുപിടിക്കാനാണ് LDF-ന്റെ ശ്രമം. 10 വർഷമായുള്ള ഇടതു സർക്കാരിന്റെ നേട്ടങ്ങളും ഇടതു ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പഞ്ചായത്തിന്റെ വികസനം തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.